ഞാൻ എൻ്റെ കുമ്പസാരത്തിൻ്റെ അവസരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം കുറച്ച് ദിവസമായതേ ഉള്ളൂ കുമ്പസാരിച്ചിട്ട്. അപ്പം അധികം പാപമൊന്നും ഇല്ല എന്ന ഒരു ചിന്ത തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം എന്നാലും കുറേ പാപമൊക്കെ എഴുതി. പിന്നെ ഞാൻ ഈശോയോട് തന്നെ മല്ല് പിടിക്കും, ഇല്ല ഈശോ ഇനിയുണ്ട് എനിക്ക് പാപം, ഇത്രയൊന്നും അല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ വലിയ ഈശോ എനിക്ക് പറഞ്ഞതാ. അപ്പം ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ വ്രതം ചെയ്യാനായിട്ട് ഒരുങ്ങുകയും കൂടി. അപ്പം നല്ല വിശുദ്ധിയോടുകൂടി വ്രതം ചെയ്യാനുള്ളൊരു വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല ഈശോ എൻ്റെ ഇതുവരെയുള്ള പാപം മൊത്തം എനിക്ക് കഴുകിക്കളയണം, ഒന്ന് പറഞ്ഞതാ. അങ്ങനെ ഈശോയോട് ഞാനിങ്ങനെ സങ്കടപ്പെടുക തന്നെ അവിടെ പോയി നിന്നത്. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മോളെ നീ ഓർക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി, വിഷമിക്കൊന്നും വേണ്ട. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. അപ്പം അങ്ങനെ ഞാൻ നല്ല സന്തോഷത്തോടുകൂടിയാണ് ഞാൻ കുമ്പസാരക്കൂടിലേക്ക് സമീപിച്ചത്. അപ്പം ഈശോ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട വൈദികൻ വഴി എനിക്ക് ലഭിച്ചത്. പിന്നെ അതോടൊപ്പം അച്ഛൻ്റെ പ്രസംഗം, നിഷ്കളങ്കതയോടു കൂടിയുള്ള പ്രസംഗം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. പ്രത്യേകിച്ച് സമർപ്പിത ജീവിതത്തോട് കൂടുതൽ ആഴത്തോടുകൂടി സമർപ്പിത ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും വ്രതം ചെയ്യാനായിട്ടൊരു അവസരം കൂടിയാണ് അച്ഛൻ്റെ പ്രസംഗം എനിക്ക് ഒരുക്കി തന്നത്. പിന്നെ രാവിലത്തെ 2 പേർ തമ്മിലുള്ള ശുശ്രൂഷയിൽ ഞാൻ ഓർത്തി, ബ്രദറിന് എന്നാ പറ്റി, ഞങ്ങളുള്ള കൊച്ചുങ്ങളല്ലേ, ഇങ്ങനത്തെയൊക്കെ അവസരമൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തരാമോ, വലിയ പരിശീലനം ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഒരു ചിന്തയോടുകൂടിയാണ്. പ്രത്യേകിച്ച് സീനിയർ സിസ്റ്റേഴ്സിനൊക്കെ അടുത്ത് സമീപിച്ചിരിക്കുമ്പം അങ്ങനെ ഒരു ഇതോടുകൂടി ഞാൻ ഇങ്ങനെ സമീപിച്ചപ്പം കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ പറയും, ഈശോയെ ദർശനമൊന്നും കിട്ടുന്നില്ലല്ലോ, ഞാൻ എന്തുവാ പറയണ്ടേ, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നപ്പം ഈശോ ഇങ്ങനെ എന്നോടും ദർശനമൊന്നും വെളിപാടോ ഒന്നും കിട്ടിയില്ലെങ്കിലും ഈശോ ഇങ്ങനെ ഇത് പറഞ്ഞാൽ മതി, ഈ സിസ്റ്ററിനോട് ഇത് പറഞ്ഞാൽ മതി, ഇങ്ങനെ പറയും, ഇത് പറഞ്ഞോ കുഴപ്പമില്ല, പറഞ്ഞോ. അപ്പം ഞാൻ ആ രീതിയിൽ ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു കൊടുത്തത്. അപ്പം എനിക്ക് തോന്നി അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതെല്ലാം ഈശോ ഇന്നും ബുദ്ധിമുട്ടിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് തോന്നി. ഇങ്ങനെ പറയുന്നത് ചിന്ത നമ്മൾ പറയുമോ. കുപ്പർത്തീനോസ് പുണ്യവാളൻ്റെ ഇത് കാണിച്ചപ്പോൾ ഞങ്ങൾ മഠത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ സിസ്റ്റർ ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു വിശുദ്ധനാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നു. +1 +2 കാലഘട്ടം ഇച്ചിരി ടഫൊക്കെ ആയതുകൊണ്ട് കുപ്പർത്തീനോസ് പുണ്യവാളനോട് പ്രാർത്ഥിച്ചാൽ മതി, പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഓർക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും അറിയത്തുള്ളൂ, പഠിച്ച കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു വിശുദ്ധനാണ്. ഇത്രയും അറിയത്തുള്ളായിരുന്നു. ബ്രദറിൻ്റെ ഈ ടോക്കിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടി. അപ്പം അതിന് താങ്ക്സ്, എല്ലാത്തിനും നന്ദി. പ്രൈസ് ദി ലോർഡ്.